ഹായ് ഗൈസ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞത്, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഒരു ചെറിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് എനിക്ക് ഈ താമരകളുണ്ടല്ലോ, ലോട്ടസിനോട് ഈ ലോട്ടസ് ഭയങ്കര ഇഷ്ടമാണ്, ലോട്ടസിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും ഇത് പല ഇനത്തിലുള്ള ഹൈബ്രിഡ് ലോട്ടസുകളൊക്കെ ഒരുപാട് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്തിട്ട് ഞാൻ കുറേയധികം ലോട്ടസ് ട്യൂബറുകൾ മേടിച്ച് നട്ട് അത് അതിൻ്റെ പുറകിൽ കുറേ നടന്നു. അപ്പം ഇങ്ങനെ വീട്ടിൽ ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുന്നതിന് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിയൊരു പരിപാടിയാണ്. അതായത് താമരയുടെ ട്യൂബറുകൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് നടുക. എൻ്റെ ഇപ്പം 15 ഇനത്തിലുള്ള പല തരത്തിലുള്ള താമരകൾ ഞാനിവിടെ വളർത്തി. അതായത് ഞാനത് പിന്നെ ഇതിൻ്റെ ഈ ബേസൺ ഉണ്ടല്ലോ, അത് നമ്മൾ പുറത്തുനിന്ന് പോയി മേടിച്ചുകൊണ്ട് വന്നു. അതിനകത്ത് വയലിൽ നിന്ന് ചെളി എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് വളങ്ങളും അതെല്ലാം ചെയ്ത്, അതായത് ഇത് ഞാൻ മേടിച്ചെടുത്തുനിന്ന് തന്നെ അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഞാനതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. അതെല്ലാം വളർന്നു, നല്ല രസമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-15ഓളം താമരകൾ ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ ഞാൻ വളർത്തി. അപ്പോൾ അത് ഒരുപാട് പേര് അത് കാണുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു താമര കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ നമ്മൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അപ്പം നമ്മുടെ ഓർമ്മകൾ, നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന നല്ല നല്ല കാഴ്ചകൾ, ഇതൊക്കെ സ്റ്റോറി ചെയ്ത് വയ്ക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്നെന്നും ഇവിടെ കിടക്കും. കാര്യം അതേസമയം നമ്മളെ ഫോണിലോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ച സാധനം ഏതെങ്കിലും സമയത്ത് ഫോൺ നഷ്ടപ്പെട്ടുവാണെങ്കിൽ അതെല്ലാം പോകും. അങ്ങനെ എൻ്റെ നിന്ന് പോയിട്ടുണ്ട്. ഇതാകുമ്പോൾ അങ്ങനെയല്ല, യൂട്യൂബ് ഉള്ളിടത്തോളം കാലം ഈ വീഡിയോസ് എല്ലാം അതിനകത്ത് കിടക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുക്കുക എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരെങ്കിലും പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും കാണിക്കാനോ എന്നല്ല ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങൾ അതിനകത്ത് കിടക്കുക. പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതെടുത്ത് വെച്ച് കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ കൂടുതലും ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോ ഇടുന്നത്, ഏതൊക്കെ സമയങ്ങളിലാണ് ഇടേണ്ടത്, ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്താണ് ഇതിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ കുറേശ്ശെ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കളിയാക്കുകയും നമ്മൾ ഈ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മളെ മാനസികമായിട്ടൊക്കെ ഒരുപാട് പേര് തളർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളതൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ടെൻഷനായിട്ട് ഞാൻ പിന്നെ ഇതൊക്കെ നിർത്തിച്ചിട്ട് കുറേ നാൾ ഞാൻ ഇങ്ങനെ ഇരുന്നു, വീഡിയോ ഒന്നും ഇടാതെ ഇരുന്നപ്പോഴത്തേക്ക് ചാനൽ എല്ലാം ഫ്രീസായിപ്പോയി. അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വീഡിയോകളൊക്കെ ഇടാതിരുന്നു കഴിഞ്ഞാൽ ചാനൽ ഫ്രീസാവും. പിന്നീട് യൂട്യൂബ് അത് ശ്രദ്ധിക്കത്തൊന്നുമില്ല, നമ്മുടെ വീഡിയോസൊന്നും പ്രൊമോട്ട് ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നാൾ ഇരുന്നു. ഇപ്പോൾ എനിക്ക് വീണ്ടും തോന്നി അതൊക്കെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ വീഡിയോകൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ പറഞ്ഞതിനൊക്കെയുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളായാലും നമ്മുടെ ഓരോ സ്വപ്നങ്ങളും നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം, എൻ്റെ ഫാമിലിയിൽ നടക്കുന്ന എല്ലാ സന്തോഷങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. കാര്യം പിന്നെ എന്തെങ്കിലും ഒരിക്കൽ നമുക്കിതൊക്കെ ഇട്ട് കാണാമല്ലോ. കുറേ കാര്യങ്ങൾ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് താമരയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഞാൻ ആദ്യം നട്ടത്. എൻ്റെ പേര് റെഡ് പോണി എന്നാണ്. എൻ്റെ ഇതളുകൾ അവിടെ പൊഴിഞ്ഞ് അവിടെ കിടപ്പുണ്ട്.
റെഡ് പോണി എന്നാണ് അതിൻ്റെ പേര്. ഇത് 2 പൂക്കൾ വന്നു. ഒരെണ്ണം അവിടെ വന്നത് പൊഴിഞ്ഞു പോയി. മൂന്നാമത്തേത് മുട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ മുട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ്. അന്ന് റെഡ് പോണി എന്നാണ് അതിൻ്റെ പേര്. അടുത്തെന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും നല്ല രസം, കാണാൻ രസം എന്ന് പറയുന്നത് ഇതാണ്. ഇത് സൂപ്പർ സാധനം. അതായത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് റെഡ് ഫിൽപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലൊരു 2 പൂക്കൾ വന്നതോ. ഈ പൂക്കൾ വന്ന് എല്ലാം പൊഴിഞ്ഞു പോയതാണിതാ. പിന്നീട് ഒരു മുട്ട് വന്നിട്ടുണ്ട്. അതായി പൂ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നു. അതിൻ്റെ പേര് റെഡ് ഫിൽപ്പ് എന്നാണ്. പിന്നെ ഞാൻ മേടിച്ചതെന്ന് പറയുന്നത്, പിന്നെ ഞാൻ നട്ടതെന്ന് പറയുന്നത് ഇതാണ് വൈറ്റ് പഫ്. അതിലും ഈ പറയുന്നൊക്കെ പൂക്കളൊക്കെ കരിഞ്ഞു പോയി. പിന്നെ അതാ ഒരു മുട്ട് വന്ന് നിൽപ്പുണ്ട്. അതിനിപ്പോൾ ഉടനെ വിരിയും. അതാണ് വൈറ്റ് പഫ് എന്ന് പറഞ്ഞ ഐറ്റമാണ്. പിന്നെ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത് ഇതിനകത്ത് ഇലകളും എല്ലാം വന്ന് നിൽപ്പുണ്ട്. പക്ഷേ അതിലൊരു മുട്ട് വരുന്നുണ്ട്. അതായത് ഞാൻ ഇത് മേടിച്ച സമയത്തിന് ഇത് കറക്റ്റ് ട്യൂബറുകൾ ഏതൊക്കെ ഇനങ്ങളാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് വിരിഞ്ഞ് പൂക്കളാകുമ്പോഴത്തേക്ക് പൂവിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്ത് അതവർ പറഞ്ഞു തരും. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് എഴുതി വയ്ക്കുന്നത്. അത് ഇതിനിപ്പം വിരിഞ്ഞ് വരുമ്പോൾ ഇത് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കണം. അതെടുത്തത് ഇത് ഒരൈറ്റമാണ്. അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അതിന് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ഉള്ളതെന്ന് പറയാം, പിന്നെ ഇതിനകത്ത് ഏറ്റവും രസമായിട്ട് കാണാൻ ഏറ്റവും രസമുള്ള പൂവാണ് ഇതാണ് ഈ സാൻഡൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും കാണാൻ രസമുള്ളൊരു പൂവാണ് ഇതാ സാൻഡല എന്ന് പറയും. സാൻഡല ഇത് വെള്ള പൂവാണ്. നല്ല രസമാണ് കാണാൻ. വലിയ പൂവാണ്. അടുത്തെന്ന് പറയുന്നത് പനീർ റോസ്. ഇത് വിരിഞ്ഞില്ല. ഫസ്റ്റ് മുട്ട. ഇതിന് വിരിയുമ്പോൾ അറിയാം എങ്ങനെ ഇരിക്കുമെന്ന്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മിറാക്കിൾ. ഇത് നേരത്തെ തന്നെ ഞാനിത് കറക്റ്റായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടിരുന്നു അറിഞ്ഞിട്ട്. എന്ന് പറയുന്നത് മിറാക്കിൾ എന്ന് പറയുന്നൊരു ഐറ്റമാണ്. അതിൻ്റെ ഒരു മുട്ട് വന്നിട്ടുണ്ട്. ഇതല്ല, ഇതിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഇതാണ് സഹസ്രദളം. ഇത് വിരിയുമ്പോൾ അറിയാം ഇതിൻ്റെ പൂ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. പിന്നത്തെന്ന് പറയുന്നത് ഇതെന്തോ ഒക്ടോപ്പസിൻ്റെ മുട്ടാണത്. ഇത് വിരിയുമ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ പൂ ഭംഗി അറിയാം. പിന്നെ ഇത് അഖില എന്ന് പറയുന്ന അഖില. ഇത് എന്ന് പറയുന്നത് മിറാക്കിൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ താമര കൃഷി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും പുതിയ ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ.